സ്കീമിൽ കേരളം അപ്പീൽ നൽകുമോ എന്ന് സുപ്രീം കോടതി. സർക്കാർ നയമല്ല, നടപ്പാക്കിയ രീതിയാണ് പ്രശ്നം എന്നും പ്രവേശന നടപടികളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കില്ല എന്നും കോടതി വ്യക്തമാക്കി. ഹർജികൾ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സ്കീം വലിയ തോതിൽ വിവാദമായ പശ്ചാത്തലത്തിൽ അത് ഹൈക്കോടതിയിലേക്ക് എത്തുകയും അവിടെ ഹൈക്കോടതിയിൽ നിന്ന് സർക്കാരിന് തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യവുമാണ് ഉണ്ടായത്. പക്ഷേ സർക്കാർ നിയമ പോരാട്ടം അവസാനിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമായി വന്നിട്ടുള്ളത്. നിലവിൽ സുപ്രീം കോടതിയാണ് ചോദ്യം ഉന്നയിക്കുന്നത് സർക്കാരിനോട്. സർക്കാർ ഇതിൽ മറുപടി നൽകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. അജാസ് മുഹമ്മദ്, എഡ്യൂക്കേഷണൽ കൺസൾട്ടന്റ്, ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അജാസ്, നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ ഇനി ഹർജിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അക്കാര്യം വ്യക്തമാക്കിയതാണ്. കാരണം NCERTയുടെയും മറ്റുമൊക്കെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഓഗസ്റ്റ് 14 മുമ്പ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. ഇപ്പോഴത്തെ സംവിധാനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകും സർക്കാർ എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അറിയില്ല. കാരണം ഇവിടെ സുപ്രീം കോടതി സർക്കാരിനോട് ഇതിൽ കക്ഷി ചേരാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ പ്രതികരണമൊന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം സർക്കാർ സുപ്രീം കോടതിയിൽ പോയില്ലെന്നും വിദ്യാർത്ഥികൾ പോയിക്കോളാനും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുകയും സുപ്രീം കോടതിയിൽ നിന്ന് പരിഗണിക്കുകയും ചെയ്തത്. ആൻഡ് സുപ്രീം കോടതിക്ക് ഈ സ്കീമിന്റെ കഴിഞ്ഞ വർഷത്തെ ഫോർമുലയിൽ സർക്കാർ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ വിവേചനം നേരിടുന്നുള്ളത് സുപ്രീം കോടതിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിനോട് കൂടെ ഇതിൽ കക്ഷി ചേരാൻ പറഞ്ഞത്. അപ്പം അതായത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ സർക്കാരും ഞങ്ങളും ഒരേ സ്റ്റാൻഡാണ് എടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ സർക്കാർ ഇതിൽ കക്ഷി ചേരുമെന്ന് തന്നെയാണ്. പക്ഷേ അവിടെ ശ്രീ അജാസ്, നേരത്തെ ഹൈക്കോടതിയിൽ പോകുമ്പോഴും ഹൈക്കോടതി സർക്കാരിന്റെ സതുദ്ദേശത്തെ ചോദ്യം ചെയ്തിട്ടില്ല, മറിച്ച് അത് നടപ്പിലാക്കിയ സമയം എന്നുള്ളതായിരുന്നല്ലോ പ്രധാനപ്പെട്ടത്. അതായിരുന്നു കോടതിക്ക് മുന്നിൽ ചോദ്യമായി ഉയർന്നു വന്നത്. ഇതേ ചോദ്യം ഒരു പക്ഷേ ഹർജിയുമായി പോയാൽ സുപ്രീം കോടതിയിൽ നിന്ന് സർക്കാരിന് നേരിടേണ്ടി വരുമല്ലോ. തീർച്ചയായും. അതായത് ഹൈക്കോടതി ഒരിക്കലും ആ പുതിയൊരു ഫോർമുലയുടെ മെറിറ്റിനെ കുറിച്ച് ഒന്നും പരാമർശിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷം 2 ചേഞ്ചസ് ആണ് ഈ പുതിയ ഫോർമുലയിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷന് സർക്കാർ കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന തികച്ചും ഇക്വാലിറ്റിക്ക് എതിരായിട്ടുള്ള ഫോർമുല മാറ്റി പുതിയൊരു ഫോർമുലയിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. തമിഴ്നാടും ആന്ധ്രാപ്രദേശും പോലുള്ള ഒരുപാട് ഗവൺമെന്റുകൾ ഈ സ്റ്റേറ്റ് ബോർഡിന്റെയും CBSEയുടെയും മാർക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണത്. അപ്പം ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർമുല പ്രോസ്പെക്ടസ് കൊടുത്താലോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മുന്നേ കുട്ടികളെ അറിയിച്ചാലോ ഇനി പരീക്ഷയ്ക്ക് ശേഷം റാങ്ക് ലിസ്റ്റിന്റെ തൊട്ട് മുന്നേ ചെയ്താലോ കുട്ടികൾക്ക് ഇതിലൊരു റോളും ഇല്ല, കുട്ടികൾക്ക് ഇതിലൊരു കൺട്രോളും ഇല്ല. അതായത് കുട്ടികളെ ഒരേ ഒരു കാര്യം അവർ ചെയ്യേണ്ടത് നന്നായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത്. അല്ലാതെ ഈ ഫോർമുല കാരണം അവർക്ക് അവരുടെ പെർഫോമൻസിൽ ഒരു മാറ്റവും കൊണ്ടുവരാനൊന്നും കുട്ടികൾക്ക് വ്യക്തിഗതമായിട്ട് അല്ല. അവിടെ താങ്കൾ പറഞ്ഞതുപോലെ പക്ഷേ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ആവട്ടെ, മെഡിക്കൽ പ്രവേശനമാകട്ടെ, അതിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾ നേരത്തെ തന്നെ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും അതിലേതൊക്കെ വിഷയങ്ങളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ആ ഫോക്കസ് അനുസരിച്ച് മുന്നോട്ട് പോയാൽ ഉയർന്ന റാങ്ക് കിട്ടും. ഇപ്പോൾ നേരത്തെ അനുപാതമല്ല, ഇപ്പോൾ 5:3:2 എന്ന നിലയിലേക്കൊക്കെ വരുമ്പോൾ ആ അനുപാതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അതവർ പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. കാരണം ഏറ്റവും അവസാന നിമിഷമാണ് പ്രോസ്പെക്ടസ് മാറ്റുന്നത്. വളരെ ശരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 2 മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മാറ്റത്തിൽ കുട്ടികൾക്ക് റോളൊന്നുമില്ല. അതേ സ്ഥാനത്ത് രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്ക് 1:1:1 എന്നുള്ള റേഷ്യോക്ക് പകരം 5:3:2 ആക്കി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ പ്രോസ്പെക്ടസിലോ അല്ലെ പരീക്ഷയുടെ കുറച്ച് മുന്നെങ്കിലും കുട്ടികളെ അറിയിക്കേണ്ടതാണ്. കാരണം ഇവിടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചോയ്സ് വരുന്നുണ്ട്. ഇപ്പം മാത്സും എനിക്ക് പഠിക്കാനുണ്ട്, ഫിസിക്സും പഠിക്കാനുണ്ടെങ്കിൽ മേ ബി എന്ത് ചെയ്യാം, എനിക്ക് മാത്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. കാരണം മാത്സിനാണ് വെയിറ്റേജ് കൂടുതൽ. അപ്പം അങ്ങനെയുള്ള ഒരു ചേഞ്ച് ആണ് ഹൈക്കോടതിയും എന്ത് ചെയ്തിട്ടുള്ളത്, ചോദ്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്തവണ നമ്മുടെ വക്കീല് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞത് നമുക്ക് ഈ രണ്ടാമത്തെ ചേഞ്ച്, അതായത് വെയിറ്റേജിൽ കൊണ്ടുവന്ന മാറ്റം 5:3:2 മുന്നത്തെ പോലെ തന്നെ 1:1:1 ആക്കുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഫോർമുല എന്ന് പറയുന്നത് തികച്ചും അനീതിപരമായിട്ടുള്ള ഒരു ഫോർമുലയായിരുന്നു. അല്ല, അത് കഴിഞ്ഞ വർഷത്തെ ഫോർമുലയാണോ? അതേതാണ്ട് വർഷങ്ങളായി തുടരുന്ന ഒരു ഫോർമുലയല്ലേ? അതിപ്പോ എന്താ 60 വർഷമൊക്കെ പല നിയമങ്ങൾ ഉണ്ടായിട്ട് 2011 മുതൽ ഈ ഫോർമുലയല്ലേ?
അത് കറക്റ്റാണ്. അതായത് 2011 മുതൽ തന്നെ സർക്കാർ വിദ്യാർത്ഥികൾ ഈ അവഗണന നേരിടുന്നുണ്ട്. ശരി, അതാണല്ലോ അവിടെയല്ലേ അജാസ് ഇതിന്റെ പ്രശ്നം ഉദിക്കുന്നത്. അതായത് 2011 മുതൽ ഒരു ഫോർമുല പിന്തുടരുന്നു. ആ ഫോർമുലയിൽ കേരള സിലബസിലെ കുട്ടികൾ പിന്നിലേക്ക് പോകുന്നു എന്നറിയുന്നു. അതിനുവേണ്ടി ഒരു സബ്ജക്ട് കമ്മിറ്റി രൂപീകരിക്കുന്നു. ആ കമ്മിറ്റി ഇങ്ങനെയൊന്നും ശുപാർശ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ ഉയർന്നു വന്ന പ്രശ്നം എന്താണ്? അവസാന മണിക്കൂറുകളിൽ പ്രോസ്പെക്ടസിൽ മാറ്റമുണ്ടാക്കുന്നു. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയെന്ന് വേണം പൊതുവെ വിലയിരുത്താൻ. കാരണം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ കേരള സിലബസിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള കരുതലായിരുന്നുവെങ്കിൽ അത് നേരത്തെ തീരുമാനിക്കുകയും ഇതായിരിക്കും ഈ ഫോർമുല എന്ന് നേരത്തെ അറിയിക്കുകയും ചെയ്താൽ ഈ വിവാദങ്ങൾക്ക് ഇടമുണ്ടാകുമായിരുന്നില്ലല്ലോ. അല്ല, അങ്ങനെ ഒരു അഭിപ്രായം ശരിക്കും എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ സർക്കാരിന് ഇതൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കഴിഞ്ഞ 15 വർഷം പോലെ തന്നെ ഇക്കുറിയും കടന്നുപോയെന്നെ. കുറച്ച് കുട്ടികൾ വിഷമിക്കും, അതിലപ്പുറം ഉണ്ട്. പക്ഷെ സർക്കാർ അവരുടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന ഒരു ഡിലേ ആണ് ഇതിൽ എത്തിച്ചത്. പക്ഷെ അതൊരു ടെക്നിക്കൽ പ്രോബ്ലം ആണ്. ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന ഡിലേ കാരണം ഒരു റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അതാണ് നമ്മൾ സുപ്രീം കോടതിയിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, താങ്കൾ ഇപ്പോഴും ഈ കേരള സിലബസുകാർക്ക് അനുകൂലമാകുന്ന തരത്തിൽ കോടതിയിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഒരു അനുകൂലമാകണമെങ്കിൽ സർക്കാർ അതിനെ പിന്തുണയ്ക്കേണ്ടേ? ഇന്ന് അഭിഭാഷകൻ ഉണ്ടായിരുന്നല്ലോ സർക്കാരിന്റെ ഒരാളുണ്ടായിരുന്നു. അതിനെന്തോ ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്, എനിക്കത് അറിയില്ല. ഹാജരായില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത്? അല്ലല്ല, ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. പക്ഷെ അവർ കക്ഷി ചേർന്നിട്ടില്ല എന്നുള്ളൂ. അവരോടാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് സർക്കാരിന് കക്ഷി ചേരാൻ താല്പര്യമുണ്ട്. ഇതിൽ ഒരു കാര്യം കൂടി, ഇപ്പോൾ കക്ഷി ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഒരു അനുകൂലമാകുന്ന ഒരു വാദമെങ്കിലും കോടതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ പോലും അത് ഗുണകരമാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയൊന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതെനിക്കറിയില്ല, അത് സർക്കാരിനോട് ചോദിക്കണം. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ കക്ഷി ചേരുമെന്നും സംസ്ഥാന സിലബസിലെ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുമെന്നുമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? അതെ, കാരണം അതിനു വേണ്ടിയാണ് സർക്കാർ ഇത്രയും ഈ അവസാന നിമിഷം പോലും ഈ ഒരു ചേഞ്ച് വരുത്തിയത്. അവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളും അറിയില്ല, നിങ്ങളും അറിയില്ല, എല്ലാ വർഷവും പോലെ കീം റിസൾട്ട് വന്നു പോയേനെ. പക്ഷെ സർക്കാർ വിദ്യാർത്ഥികളോട് കുറച്ചെങ്കിലും ഒരു അനുകമ്പ ഉള്ളതുകൊണ്ടാണല്ലോ സർക്കാർ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ CBSE സിലബസിലെ കുട്ടികൾക്ക് വേണ്ടി അഭിഭാഷകൻ എത്തിയിരുന്നോ? എത്തിയിട്ടുണ്ടായിരുന്നു. അവർ കാവിയറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ തള്ളിക്കളയുക അല്ലെങ്കിൽ അവരോട് അനുഭാവപൂർണമായ ഒരു സമീപനമല്ല കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണോ ഇതുവരെയുള്ള ഒരു അനുമാനം താങ്കളുടെ? എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാല്, കോടതിക്ക് ഈ പഴയ ഫോർമുലയിലുള്ള അനീതി കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് അവസാന നിമിഷം പ്രോസ്പെക്ടസ് മാറ്റിയത് അത് അത്ര റൈറ്റ് അപ്രോച്ച് അല്ല എന്നുള്ളത് തോന്നലും കോടതി തന്നെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് സർക്കാരിന് എന്ത് ചെയ്യുന്നത്, ഇതിൽ എന്താണ് സ്റ്റാൻഡ് എന്ന് അറിയാൻ കോടതി വിളിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, എനിക്ക് സുപ്രീം കോടതി പ്രൊസീജിയറിനെ കുറിച്ച് തീർച്ചയായും അവിടെ തീർച്ചയായും താങ്കൾക്ക് പ്രൊസീജിയർ അറിയില്ല എങ്കിലും നമുക്ക് സാമാന്യമായ ചില ധാരണയുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഒന്ന്, ഇതിന് അനുവദിക്കപ്പെട്ട സമയം എന്നത് ഓഗസ്റ്റ് 14 മുമ്പാണ്. അതൊരു പക്ഷേ ചിലപ്പോൾ നീട്ടി നൽകിയേക്കാം. എങ്കിൽ പോലും അതിനൊരു പരിധിയുണ്ടല്ലോ. ഒരു അക്കാദമിക് ഇയർ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു അനിശ്ചിതമായൊന്നും പോകില്ല. ഒന്ന്. രണ്ട്, ഇതിലെ വിധി എന്ത് തന്നെ ആയാലും അത് കേരള സിലബസിന് അനുകൂലമാകട്ടെ. അങ്ങനെയെങ്കിൽ CBSEക്കാർക്ക് വീണ്ടും ഓപ്ഷൻ ഉണ്ടാവുകയാണല്ലോ. വീണ്ടും അതിൽ റിവ്യൂ ഹർജി കൊടുക്കാം. മുതിർന്ന ബെഞ്ചിലേക്ക് പോകണം അല്ലെങ്കിൽ അംഗങ്ങൾ കൂടി ബെഞ്ചിലേക്ക് പോകണമെന്ന തരത്തിലൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കോടതി ഇത്തവണ ഇതിൽ കാര്യമായി ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അറിയില്ല, നമുക്ക് നോക്കാം. കാരണം ഇതേപോലെ തന്നെ, കാരണം ഹൈക്കോടതിയുടെ കേസിലും അവർക്കും ശരിക്കും ഇടപെടാതിരിക്കാമായിരുന്നു. ഓക്കെ, പുതിയ പ്രോസ്പെക്ടസ് പ്രകാരം പ്രോസ്പെക്ടസ് തന്നെ 1.6 എന്നുള്ള ഇതില് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രോസ്പെക്ടസ് മാറ്റാന്നുള്ളതൊക്കെ. പക്ഷെ ആ ഒരു രീതിയിൽ ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്. ആർട്ടിക്കിൾ 14 ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കരുതുന്ന സാധനമാണ് എന്ത്, ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ പരീക്ഷ നടത്തുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കേസിൽ മുൻപൊക്കെയുള്ള ഞാൻ കുറച്ച് കോടതി വിധികളൊക്കെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കേസസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അനന്തമായി നീളാമായിരുന്ന പല കേസസും എന്ത് ചെയ്തിട്ടുണ്ട്, കോടതി ഇടപെട്ടിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ. തീർച്ചയായും എന്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്ന ഇടപെടൽ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. വളരെ നന്ദി ശ്രീ അജാസ. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരള സിലബസിലെ കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും സർക്കാർ അപ്പീലിന് പോകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ സർക്കാർ കക്ഷി ചേരുമോ ഇനി എന്നുള്ളതാണ് അറിയേണ്ടത്. അത് നാളെ അറിയാൻ സാധിക്കും.